ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാങ്ങ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ കുറച്ച് മാങ്ങയായിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കാട്ടിമൂൺ മാങ്ങയാണ്. നമ്മുടെ വളപ്രയോഗത്തിന് ശേഷം ഈ വർഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് മാങ്ങയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ രത്നഗിരി അൽഫോൻസയാണ്. അൽഫോൻസ മാങ്ങയാണ്. ഇതും നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവാണ്. ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ 2 വർഷം മാത്രം പ്രായമുള്ള മാവിൻ്റെ തൈകളാണ് നമുക്ക് ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമുക്ക് മാങ്ങയുണ്ടാവുന്നത്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് കോട്ടൂർ കോണം മാവാണ്. ഇത് കണ്ടില്ലേ, ഇതും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിനം മാവാണ് നമ്മുടെ ഈ കോട്ടൂർ കോണം. ഇതും നല്ല രീതിയിൽ തന്നെ 2 വർഷം കൊണ്ട് തന്നെ നമുക്കിതുപോലെ മാങ്ങകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ നമുക്ക് ഡ്രമ്മിൽ നമുക്ക് മാങ്ങയുണ്ടാവുന്നൊരു മാവാണ് നമ്മുടെ ഈ കോട്ടൂർ കോണം. അതുപോലെ കായ്ച്ചൊരു മാവാണ് നമ്മുടെ നീലം മാങ്ങയാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ കണ്ണിമാങ്ങയായിട്ടുണ്ട്. ഇതും നമ്മുടെ ഒരു ഫുൾ ഡ്രമ്മ് മുറിച്ച് പകുതിയാക്കി 1/2 ഡ്രമ്മാക്കി അതിൽ വെച്ച നമ്മുടെ നീലം മാവാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ കണ്ണിമാങ്ങ. ഇവിടെയൊക്കെ കൊലയായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ നീലം മാവും നമുക്കിതുപോലെ നമുക്ക് മാങ്ങയായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ മാവിൻ്റെ തൈകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പോട്ടിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാവിനങ്ങൾ നല്ല മദർ പ്ലാന്റിൽ നിന്ന് ബെഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ചെയ്ത മാവിനങ്ങൾ മാത്രം വാങ്ങിച്ച് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.